എല്ലാ ടെലിവിഷൻ്റെ അന്ത്യചർച്ചകളിലോ ചർച്ചകളിലോ ഒരു നായകനുണ്ടാവും, ഒരു സഹനടനുണ്ടാവും, ഒരു വില്ലനുണ്ടാവും, ഒരു കോമാളി ഉണ്ടാവും. നിങ്ങൾ ആരായിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ആദ്യത്തെ എൻ്റെ മേഡൻ സ്പീച്ച് തന്നെ ഉപരാഷ്ട്രപതി അത് പബ്ലിക്കായിട്ട് പുള്ളി അതിനെ അഭിനന്ദിച്ചു. ഏതൊരു ചടങ്ങിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കൈ കൊടുക്കാൻ വന്നു. അയാൾ എന്നെ കൈ പിടിച്ചിട്ട്, ജോൺ ബ്രിട്ടാസ്, ഐ നോ യു, ഐ ഹിയർ യുവർ സ്പീച്ച്, ഐ നോ യു. എൻ്റെ കുറേ ശത്രുക്കൾ എന്താ കാരണം വെച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എഴുന്നേറ്റ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബ്രിട്ടാസിനെ തേച്ചു. വിമർശനം ഉന്നയിക്കുമ്പം കടുത്ത വിമർശനമാണ് താങ്കൾ ഉന്നയിക്കുക. ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിലെ പ്രസംഗം സ്ഥിരം കേൾക്കുന്നുള്ളൂ. പക്ഷേ അതേസമയം തന്നെ അപ്പുറത്തിരിക്കുന്ന എതിരാളി രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാവുന്ന എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളോട് ഇത്രയധികം സൗഹാർദ്ദം അതേ സെക്കൻഡിൽ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ ഗഡ്കരിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ പാർലമെൻറ്റിൽ ഈ പ്രസംഗമൊക്കെ നടക്കുമ്പം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ഒരു സംഭവം ഈ കേരളത്തെ അവഗണിക്കുന്നതിൻ്റെ വിമർശനം ഉന്നയിക്കുന്ന ഒരു വർഷം മുന്നേ ഉള്ള പ്രസംഗമാണ്. അപ്പോൾ ആ പ്രസംഗത്തിൽ തന്നെ അമിത്ഷായും നിർമ്മല സീതാരാമനൊക്കെ ഇരിക്കുമ്പോഴാണ് താങ്കൾ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്. അന്ന് അവരെ സൗഹാർദ്ദപൂർവ്വം അവരെണീറ്റ് പ്രതികരിക്കുന്നത് കാണുന്നുണ്ട്, എതിർത്തിട്ട് കൊണ്ടാണെങ്കിലും. എങ്ങനെ ഇത് സാധിക്കുന്നത്? അത് ബേസിക്കലി എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു പൊതുവെയുള്ളൊരു നമ്മളൊരു സ്ഥായിയായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടും ദേഷ്യവും വിദ്വേഷമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു ആശയപരമായിട്ടുള്ളൊരു സംവാദമല്ലേ. ഇതിനകത്ത് മറ്റ് സ്പർദ്ധയുടെയോ ഒരു അനിമോസിറ്റിയുടെയോ ഒരു ലെവലില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും ഉദാഹരണം പറഞ്ഞാൽ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ വളരെ രൂക്ഷമായിട്ട് ഞാൻ സംസാരിക്കും, വളരെ ക്രിട്ടിക്കലായിട്ട് സംസാരിക്കും. പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ അവരുമായിട്ട് അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ഒരു വിദ്വേഷത്തിൻ്റെ ഒരു ലെവലിലേക്ക് ഞാൻ ഒരിക്കലും ഈ രാഷ്ട്രീയത്തെ കൊണ്ട് എത്തിക്കാറില്ല. ഞാൻ മാധ്യമപ്രവർത്തനമായിരിക്കുന്ന സമയത്തും, ഇപ്പോൾ ഞാൻ ദേശാഭിമാനിയിൽ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്തും AK ആൻ്റണി, K കരുണാകരൻ എല്ലാം ബെസ്റ്റ് ഓഫ് റിലേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു K കരുണാകരൻ്റെ ഒക്കെ അടുത്ത് എത്രയോ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. AK ആൻ്റണിയുടെ അടുത്ത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം തന്നെ പറയും, നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇപ്പം ഞാനൊരു ടെലിവിഷൻ ഷോ ആങ്കർ ചെയ്യുമ്പോഴും ഞാൻ ഈ വാർത്ത എന്താണ് പറയേണ്ട ഈ സായാഹ്ന ചർച്ചയൊക്കെ ഞാൻ ആങ്കർ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഒരിക്കലും ഒരാളോടും മോശമായ ഭാഷ സംസാരിച്ചിട്ടില്ല. എൻ്റെ പരിപാടിയിൽ വരാൻ എല്ലാവർക്കും താല്പര്യമാണ്. ഞാൻ കാരണം വെച്ചാൽ നമ്മൾ ഒരാളെ പേഴ്സണലായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നിലപാടുകളുണ്ട്. യഥാർത്ഥ നിലപാടുകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് സ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഓഫ് കൺവിക്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങളെന്തിനും ഈ പറഞ്ഞ കയ്യാങ്കളി നടത്തേണ്ട കാര്യമില്ലല്ലോ, തെറിവിളി നടത്തേണ്ട കാര്യമില്ലല്ലോ. രാജ്യസഭയിൽ തന്നെ എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ളത്, അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയോട് സംസാരിക്കുമ്പോൾ, ജഗ്ദീപ് ധൻഖറോട് സംസാരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ കണ്ടന്റാണ് താങ്കൾ ഉള്ളടക്കമാണ് അവതരിപ്പിക്കുക. പക്ഷേ അദ്ദേഹവും ചുരുങ്ങിയ കാലത്തിനിടയിൽ നമ്മൾ പുറമേ നിന്ന് കാണുന്നതാണല്ലോ, സൻസദ് TV കാണുന്നതാണല്ലോ, ഭയങ്കര സൗഹാർദ്ദത്തിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഇത് നേരത്തെ വ്യക്തിബന്ധം ഉണ്ടായിരുന്നോ അതോ ഈ ഇല്ലില്ല? പുതാൻ പറഞ്ഞ എനിക്ക് രാജ്യസഭയിൽ ആദ്യം ചെന്ന സമയത്ത് എനിക്ക് വളരെ എന്താ പറയുക, വലിയൊരു പ്രോത്സാഹനജനകമായിട്ടുള്ള നിലപാടെടുത്ത് അന്നത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവാണ്. യഥാർത്ഥത്തിൽ എന്നെപ്പോലുള്ളൊരു സാധാരണ മെമ്പർ, ഫസ്റ്റ് ടൈമർ, ഈ രാജ്യസഭ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, രാജ്യസഭയിൽ നിന്ന് ചോടുറപ്പിക്കണ ചില്ലറ പാടല്ല. എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ താപ്പാനുകളുടെ വിഹാര രംഗമാണ് ലോക്സഭയിൽ ഫസ്റ്റ് ടൈമേഴ്സ് ഒരുപാടുണ്ട്. തെരഞ്ഞെടുപ്പ് തോക്കുമ്പോൾ ജയിക്കും. രാജ്യസഭയിലുള്ള ആൾക്കാരുടെ ഒരു എണ്ണം എടുത്ത് നോക്കുക. മുൻ പ്രധാനമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, 20-25 വർഷമൊക്കെ സംസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ആൾക്കാർ, ഞങ്ങളെപ്പോലുള്ള ഏതാനും പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും പതിറ്റാണ്ടുകളായി ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വടവൃക്ഷങ്ങളാണ്. അതിൻ്റെ ഇടയിലൊന്ന് തലപൊക്കണമെങ്കിൽ ചില്ലറ പാടല്ല, സത്യസന്ധമായി പറഞ്ഞാൽ. ഞാനും ഈ ആശയങ്ങളോടുകൂടി തന്നെയാണ് ഞാൻ രാജ്യസഭയിൽ കാലുകുത്തിയത്. പക്ഷേ എനിക്ക് ഒരു അനുഗ്രഹം ഉണ്ടായത്, ഞാൻ ആദ്യത്തെ എൻ്റെ മേഡൻ സ്പീച്ച് തന്നെ ഉപരാഷ്ട്രപതി അത് പബ്ലിക്കായിട്ട് പുള്ളി അതിനെ അഭിനന്ദിച്ചു. യഥാർത്ഥത്തിൽ എന്നെപ്പോലൊരു സാധാരണ മെമ്പർ നടത്തിയൊരു പ്രസംഗത്തെക്കുറിച്ച് ഒരു പൊതുവേദിയിൽ, പാർലമെൻറ്റിലല്ല, രാജ്യസഭയിൽ ഒരാളെ പ്രസംഗിക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും പറയുന്ന പോലെയല്ല, ഒരു പൊതുവേദിയിൽ അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞ് ആ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം അഭിനന്ദിച്ചു. ഒരുപക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയൊരു സംഭവം അതാണ്. എന്താ കാരണം വെച്ചാൽ എന്നെ പോലത്തെ ഒരു സാധാരണ മെമ്പർ നടത്തിയൊരു പ്രസംഗം അന്ന് അദ്ദേഹം ചെയറിൽ പോലും ഉണ്ടായിരുന്നില്ല. ചെയറിൽ ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം ചേംബറിൽ വെച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചോ അത് കണ്ട് കേട്ട് അതിന് ശേഷം അദ്ദേഹം
എത്രയോ ദിവസം കഴിഞ്ഞിട്ടും ഒരു പൊതുവേദിയിൽ അദ്ദേഹം എൻ്റെ പേര് മാത്രം എടുത്തു പറഞ്ഞ്, അദ്ദേഹമായിട്ട് എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ നമ്മൾ നന്നായി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹോംവർക്ക് ചെയ്ത് നമ്മൾ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. പഴയ പോലെയല്ല, ഇന്ന് എല്ലാവർക്കും എല്ലാവരെയും അറിയാം. അതെ, അതിപ്പം ഇപ്പോൾ വാർത്താ ചാനലുകൾ ഇത് സംപ്രേഷണം ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ഒന്നും വേണ്ട, മീഡിയയിൽ ഒന്നും വേണ്ട. ഈ രാജ്യസഭയിലെ പ്രസംഗം തന്നെ ആയാലും ഒരുപക്ഷെ ഞാനിപ്പം നമ്മളെ പരിമിതമായ അറിവിൽ ഒരു 5 or 6 ആൾ ടോട്ടലി നമ്മൾ വല്ലാതെ ഒരു ചുരത്തളപ്പോടെ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊരാളായി സാറ് മാറിയിട്ടുണ്ട്. ഇതിപ്പം മലയാളിക്ക് എന്നുള്ളതിനപ്പുറത്ത് ഹിന്ദി ആയാലും തമിഴായാലും ഇംഗ്ലീഷ് ചാനലുകളായാലും അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രസംഗം കഴിയാൻ കാത്തിരിക്കുന്നുണ്ടോ. അപ്പം ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗമാണെങ്കിൽ എടുത്തിടും. ഈ തമിഴിലും തെലുങ്കിലൊക്കെ എനിക്ക് കുറേ ആൾക്കാരാണ്. ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ നമ്മുടെ പാവൻ കല്യാൺ എന്ന് പറഞ്ഞ പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രി, എനിക്കത് നേരത്തെ പരിചയമൊന്നുമില്ല. ഏതൊരു ചടങ്ങിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കൈ കൊടുക്കാൻ പോകുന്നു. അയാൾ എന്നെ കൈ പിടിച്ചിട്ട്, ജോൺ ബ്രിട്ടാസ്, ഐ നോ യു, ഐ ഹിയർ യുവർ സ്പീച്ച്, ഐ നോ യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഞാൻ അല്പം എംബാരസ്ഡ് ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ OST ഒരു കേരള കാഡർ IAS ഓഫീസർ കൂടിയാണ്. ഞാൻ അയാളോട് പറയും ചെയ്തു, നിങ്ങളുടെ മുതലാളി നമ്മളോട് വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അറിയാത്ത പല ക്വാർട്ടേഴ്സിൽ നിന്നും പല ആൾക്കാരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മധു, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഓരോരുത്തരെയും സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരോ അല്ലെങ്കിൽ വായനക്കാരോ വിലയിരുത്തുന്നുണ്ട്. നമുക്ക് കൺകെട്ട് വെച്ചിട്ട്, പണ്ടൊക്കെ 2 or 3 പത്രക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസംഗത്തെ ഗംഭീരം മാലയട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് പല എഴുത്തും എഴുതാൻ പറ്റും. ഇത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊക്കെ പത്രം വായിച്ചിട്ടുള്ള സമയത്ത് ചില ആൾക്കാരുടെ പ്രസംഗത്തെ മുൻനിർത്തിയിട്ടുള്ള എഴുതുന്ന എഴുത്തൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ, പക്ഷെ പിന്നീട് അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ ഒന്നും അല്ലാതെ എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയാം, ഇന്ന് ഈ പറഞ്ഞ കൺവെൻഷണൽ മീഡിയ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്താൽ പോലും സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നതെന്നുള്ളത്. ഇതെല്ലാ മേഖലയ്ക്കും ബാധകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ മേഖലയ്ക്ക് പ്രത്യേകിച്ചും ബാധകമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ വേർഡിക്റ്റ് ഒരു 10 വർഷം മുമ്പ് ഇതുപോലെ അനാവരണം ചെയ്യപ്പെടുമോ? ഇപ്പം ഇഴകേറി പരിശോധിക്കുന്നുണ്ട്. ഇപ്പം ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞ് ഏറെ പ്രതീക്ഷ നൽകിയ ഒരു മുഖ്യ ന്യായാധിപൻ, അദ്ദേഹത്തിൻ്റെ 2 വിധിന്യായങ്ങളിലൂടെ അദ്ദേഹത്തിനെ ആൾക്കാരെ എക്സ്പോസ് ചെയ്തു കളഞ്ഞു. അതുപോലെ പാർലമെൻറ്റ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമ്മൾ പറയുന്നൊരു വാക്ക്, പിന്നെ എൻ്റെ കുറേ ശത്രുക്കൾ എന്താ കാരണം വെച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എഴുന്നേറ്റ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബ്രിട്ടാസിനെ തേച്ചു എന്ന് പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു കേന്ദ്രമന്ത്രിമാരൊന്നും എഴുന്നേറ്റ് നിന്ന് ഒരു ബാക്ക് ബെഞ്ചറായിട്ടുള്ള ഒരാളോട് പ്രതികരിക്കാറില്ല. പ്രതികരിക്കുന്നത് തന്നെ ആ ബാക്ക് ബെഞ്ചറോട് നൽകുന്ന ഒരു ആദരവാണ്. ഇപ്പം എൻ്റെ ഒരു പ്രസംഗം തടസ്സപ്പെടുത്തി ആരൊക്കെയാണ്? അമിത്ഷാ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, വേറെ ഒരാൾ, 4 പേരാണ് തടസ്സപ്പെടുത്തിയത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം തന്നെ 7 മിനിറ്റ് 8 മിനിറ്റ്. ആ 8 മിനിറ്റിനേക്കാളും കൂടുതലാണ് അവർ തടസ്സപ്പെടുത്തിയത്. ഇതൊന്നും എന്നെ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ ഇൻവെർട്ടർ കോമ. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഇത്രയും 4 പേരുടെ ശ്രദ്ധ ആകർഷിക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളതല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായൊരു കാര്യം. ഈ 7 മിനിറ്റിൽ 7000 കാര്യമാണ് പറയുന്നത്. അതിൽ 2 കാര്യം, ഒന്ന് ഈ കണ്ടന്റ് ഇങ്ങനെ ചുരുക്കി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു വരിയിലൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസംഗത്തിൽ ഉൾപ്പെടുത്താറുള്ളത്. ഇതെങ്ങനെ ചുരുക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേത് ചില പ്രയോഗങ്ങളാണ്. നമ്മൾ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഈ സിനിമ ഡയലോഗ് പോലെ പറയുന്നത് കേൾക്കാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നതാണെങ്കിൽ ഗാന്ധിയുടെ രാമൻ, ഗോഡ്സെയുടെ രാമൻ, ഇന്ത്യ ആകെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ച ഒരു പ്രസംഗമാണ് ആ പ്രസംഗം. എങ്ങനെയാണ് ഈ പ്രസംഗത്തിനുള്ള ഒരുക്കം? അല്ല, അത് ഞാൻ ഈ പാർലമെൻറ്റ് നടപടികളെ, പക്ഷെ പിന്നെ ഞങ്ങളുടെ ഒരു ഗതികേടും കൂടിയുണ്ട്. ഇപ്പം CPMൻ്റെ അംഗസംഖ്യ ചുരുങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ അംഗസംഖ്യയ്ക്ക് അനുസൃതമായിട്ടുള്ള സമയം കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്കിപ്പോൾ പരമാവധി 3 മിനിറ്റ് 4 മിനിറ്റുള്ളിൽ കിട്ടില്ല. പിന്നെ ഉപരാഷ്ട്രപതിയൊക്കെ ഒന്നിങ്ങനെ പിന്നെ കൈയെല്ലാം കൂപ്പി അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചും കൈ പിടിച്ചൊക്കെ നമ്മൾ ഒരു 2 മിനിറ്റ് കൂടെ ഒപ്പിച്ചെടുക്കും. പക്ഷേ ഈ സമയം കൊണ്ട് നമ്മുടെ ഒരു പോളിസി ഒരു ഫോർമുലേഷൻ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വെച്ചാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതികരിക്കുന്ന ഒരാളും കൂടിയാണ്. ഒരുപാട് ആൾക്കാരോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ആ ഒരു ദൗത്യം എനിക്ക് അനുഷ്ഠിക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, അതുപോലെ തന്നെ സ്പഷ്ടമായിരിക്കണം, ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യണം, ഹാർഡ് ഹിറ്റിംഗ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. അതൊരു സത്യം പറഞ്ഞ ട്രപ്പീസ് കളി തന്നെയാണ്. ഈ ഗാന്ധിയുടെ രാമൻ എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടത്. ഞാനത് പറയുമ്പോൾ പല ആൾക്കാർക്കും എന്നോട്
പ്രശ്നമായിരുന്നു. എന്നാ കാരണം ഇത്രയും ശക്തമായിട്ട് നരേന്ദ്രമോദിയെ അറ്റാക്ക് ചെയ്യാൻ പാടുണ്ടോ വെച്ചാൽ അതിഭീകരമല്ലേ. നിങ്ങളുടെ രാമൻ നാദുറാമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങളുടെയാണ് രാമൻ എന്നൊക്കെ പറയുമ്പോൾ അന്ന്, പക്ഷേ എനിക്കിപ്പോഴും സന്തോഷമുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, അന്ന് എനിക്ക് സ്നേഹപൂർവ്വം എന്നെ വാൺ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ അത് പറയാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ പ്രസംഗത്തിൽ പ്രധാന ആശയം രാഹുൽ ഗാന്ധിയുടെ എനിക്കിപ്പോഴും അവരന്ന് കോൺഗ്രസ്സുകാരൊക്കെ അന്ന് മടിച്ചിരിക്കുകയാണ്. ഏത് ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നു. ഞാൻ അന്ന് നടത്തിയ പ്രസംഗം ഇന്ന് മറ്റ് പല ഭാഷയിലും പറയാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കായിരുന്നു. അല്ല, പ്രസംഗം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തനം എന്നെ സഹായിച്ചിട്ടുണ്ടാവും. എന്താ കാരണം വെച്ചാൽ നമുക്കൊക്കെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ് കൊണ്ട് ഒരു കഥ എങ്ങനെയാണ് പറയുന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആദ്യകാലത്തൊക്കെ 1.5 മിനിറ്റൊക്കെ എങ്ങനെയാണ് ഒരു സ്റ്റോറി പറയാമെന്ന് പറയുമ്പോൾ, അപ്പോൾ എന്നെ ആകർഷിച്ചൊരു സംഭവം വെച്ചാൽ 15 സെക്കൻഡ് കൊണ്ടും 30 സെക്കൻഡ് കൊണ്ടും ഒരു പരസ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അവർക്ക് 30 സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യം നമുക്ക് 1.5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൂടെ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നിരുന്നു. അപ്പോൾ ഒരുപക്ഷെ പിന്നെ എഡിറ്റ് ചെയ്ത് പറയുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. എഡിറ്റ് ചെയ്ത് പറയുന്നതാണ് നല്ലത്. പക്ഷേ സമയക്കുറവ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. ഇപ്പോൾ ഒരു ടേം പൂർത്തിയാവാൻ പോവാണ്. അപ്പോൾ അത് പാർട്ടിയുടെ കെട്ടുപാടിന് നിരക്കില്ലെങ്കിൽ എനിക്ക് പറയാലോ, ബ്രിട്ടാസ് എന്നൊരു സാന്നിധ്യം CPM-ന്റെ ആശയം രാജ്യസഭ പാർലമെന്ററി രംഗത്ത് പ്രകടിപ്പിക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ പൂർത്തിയാകുന്നില്ല, ഇനി 2 വർഷം കൂടി 2 വർഷം കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മറ്റ് ഏറ്റവും പ്രാദേശികമായ ഹിന്ദിയിൽ ഒരാൾ നിങ്ങൾ പ്രസംഗം കേൾക്കുകയാണ്, ഒരു സാധാരണ മനുഷ്യൻ. അങ്ങനെ പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടം പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിൽ തുടക്കത്തിൽ ബ്രിട്ടാസ് രാജ്യസഭയിൽ പോകുന്ന പറയുമ്പോൾ നിസ്സാരവൽക്കരിച്ചൊരു രാഷ്ട്രീയ വിവാദം തന്നെ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അയാൾ തന്നെ അവിടെ പോകുന്നതെന്ന് ചോദിച്ച ചാനൽ ചർച്ചകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അത് ഓർമ്മിക്കുന്നുണ്ടോ? അല്ല, കാരണം വെച്ചാൽ എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പഴയ കാലഘട്ടത്തിലൊക്കെ ഞാനത് പറയണോ പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞാൻ പക്ഷെ പറഞ്ഞേക്കാം. പഴയ കാലത്തൊക്കെ ഒരു മാധ്യമ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ മാധ്യമ മേഖല ഒന്നടങ്കം അവരെ പ്രോത്സാഹിപ്പിക്കുന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ട ഏറ്റവും മിടുക്കനായ ഒരു പാർലമെൻറ്റേറിയൻ എന്ന് പറയുന്ന ഒരാൾ KP ഉണ്ണികൃഷ്ണനാണ്. KP ഉണ്ണികൃഷ്ണൻ മാതൃഭൂമിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പം KP ഉണ്ണികൃഷ്ണൻ യഥാർത്ഥത്തിൽ അന്ന് എനിക്ക് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, പോകുമ്പോൾ അദ്ദേഹം മാതൃഭൂമിയുടെ ആളായിരുന്നെങ്കിൽ പോലും മനോരമ ഉൾപ്പെടെ അന്നത്തെ എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിന് അകമഴിഞ്ഞ സംഭാവനയാണ്. പക്ഷെ പിന്നീട് ഇപ്പം നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഒരുപക്ഷെ പല ആൾക്കാരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവില്ല. അത് കാലം മാറിയത് കൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതൊരു അനിവാര്യമായിട്ടുള്ളൊരു മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുകയുള്ളൂ. അതും എന്താ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ ഒരു നാട്ടും പുറത്തുനിന്ന് വരുന്ന ആളാണ്. നമ്മുടെയൊക്കെ ഉള്ളിലൊരു എനർജിയുണ്ട്. ആ എനർജി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിപോഷിപ്പിക്കുന്നത്? നമുക്ക് എതിർപ്പുകൾ വരുമ്പോഴാണ്. ചലഞ്ചസ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു എനർജിയെ നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളൊക്കെ നാട്ടിൻപുറത്തെ സ്കൂളിലൊക്കെ പഠിച്ച് നാട്ടിൻപുറത്തുനിന്ന് വന്ന് വണ്ടി കയറി ബസ്സിൻ്റെ ഗോണിയിലൊക്കെ പിടിച്ച് കയറി കോളേജിലെത്തുമ്പോൾ അവിടെയൊക്കെ വലിയ നല്ല കുടുംബത്തിലെ ആൾക്കാർ വരുമ്പോൾ പക്ഷേ അവരോട് നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മൾ ജയിക്കും. നമ്മുടെ ഉള്ളിലൊരു സ്ട്രെങ്ത് ഉണ്ട്, എനർജി ഉണ്ട്. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് അങ്ങോട്ട് വിസ്ഫോടനത്തിൻ്റെ ലെവലിലേക്ക് എത്തും. നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയി നമ്മൾ ആദ്യം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഇത്രയും വലിയ ആൾക്കാരിങ്ങനെ നമ്മൾ ഉറ്റുനോക്കുമ്പോൾ രാജ്യസഭയിൽ അടുത്തടുത്തല്ലേ, ലോക്സഭ പോലെ വലിയൊരു കുറച്ചാളല്ലേ ഉള്ളൂ, പകുതി ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുമ്പോൾ, അതും വലിയ വലിയ ആൾക്കാർ നോക്കുമ്പോൾ എങ്ങനെ പ്രസംഗിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, വേണമെങ്കിൽ ഞാനും ചിന്തിച്ചിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു പക്ഷേ ഞാൻ കടന്നു വന്ന വഴിത്താരകൾ എനിക്ക് നൽകിയിട്ടുള്ളൊരു ഊർജ്ജമാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്പഷ്ടതയും കൂടിയാണ്. അത് ഞാൻ എപ്പോഴും പറയും, ഒരു ക്ലാരിറ്റി എനിക്കുണ്ട്. അതായത് ഞാനിപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ ഇടതുപക്ഷ രാഷ്ട്രീയം നിങ്ങൾക്കൊരു പരിമിതിയാണോ എന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞാൻ സത്സന്ധമായി പറഞ്ഞ, എനിക്കൊരു ദൂരക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അധിക വാതായനമാണ് യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളത്. അതാരും എന്നെ അടിച്ചേൽപ്പിച്ചതല്ലല്ലോ, ഞാൻ തിരഞ്ഞെടുത്തൊരു സംഭവമല്ലേ. അപ്പോൾ ആ ക്ലാരിറ്റിയാണ്, ആ ഒരു എനർജിയാണ് ഒരുപക്ഷെ എന്നെ ഇങ്ങനെയുള്ള ചലഞ്ചസ് ഏറ്റെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള തടസ്സങ്ങളും ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്
ഞാനതിനെ അതിനെ ഒരു പ്രോത്സാഹനമായിട്ടാണ് കാണുക യഥാർത്ഥത്തിൽ. അതിൽ ആ ചലഞ്ചസ് ഏറ്റെടുക്കാനുള്ള സാഹചര്യം പ്രധാനമാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ 1-2 പേരുടെ പ്രധാന സ്വാധീനം അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കൈരളി ചെയർമാൻ മമ്മൂട്ടിയുടെ ഇടപെടൽ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ നിങ്ങളൊപ്പം അപ്പുറത്ത് മമ്മൂട്ടി ഇപ്പുറത്ത് പിണറായി വിജയൻ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രിട്ടാസ് ഇങ്ങനെ ഇപ്പോൾ ഈ 4 വർഷത്തെ വിജയകരമായ രാജ്യസഭ ടേം ഓരോന്നും വിജയമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ ടേമിൽ നിൽക്കുമ്പം അവരുടെ ഒരു സാമീപ്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനൊരു തമാശ പറയട്ടെ, ഇത് തമാശ മാത്രമേ കേട്ടോ. അതായത് മമ്മൂട്ടി ഒരു വശത്ത്, മറ്റേ ശ്രീ പിണറായി വിജയൻ ഒരു വശത്ത് എന്ന് പറയുമ്പോഴുള്ളൊരു തമാശയാണ്. ഞങ്ങൾ ഗൾഫിലൊരു പരിപാടിക്ക് പോയപ്പോൾ അപ്പം ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം ബിസിനസ്സുകാരൻ, പുള്ളി ഇങ്ങനെ ടെലിവിഷനൊന്നും അധികം കാണുന്നില്ല. അപ്പോൾ പുള്ളിക്ക് എന്നെ അറിയാമെന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ല. അപ്പം പുള്ളി ഞാൻ ഈ ടെലിവിഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ പണ്ട് കേട്ടിട്ടുള്ളത് എൻ്റെ മറ്റ് ന്യൂവൻസിലേക്കൊന്നും അറിയില്ല. അപ്പം പുള്ളി ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കുകയാണ്, അല്ല ബ്രിട്ടാസേ, നിങ്ങളെന്താ യഥാർത്ഥത്തിൽ, നിങ്ങളെന്താണ്, നിങ്ങളുടെ പണി എന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തമാശയ്ക്ക് പറഞ്ഞു, KD കമ്പനിയുടെ MD എന്ന് പറഞ്ഞു. KD കമ്പനിയുടെ MD എന്ന് പറഞ്ഞു. അത് ഏതൊരു സിനിമയിലുള്ള ഒരു ഡയലോഗാണ്. അപ്പം ഇതൊരു തമാശയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ രണ്ടാൾക്കാരും എനിക്ക് തരുന്നൊരു പിന്തുണ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ എന്താ പറയേണ്ട വലിയൊരു ഉത്തരവാദിത്വം നൽകിയ പോലെയാണ് ഞാൻ 32-33 വയസ്സിൽ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായിട്ട് എന്നെ കൊണ്ടുവരുമ്പോൾ ഈ രണ്ടാൾക്കാരുടെ സൗമനസ്യവും രണ്ടാൾക്കാരുടെ പ്രോത്സാഹനവും പിന്തുണയില്ലെങ്കിൽ ഞാൻ അപ്പോഴേ വീണുപോകും. അപ്പോൾ അതുകൊണ്ട് ആ രണ്ടാൾക്കാർ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ എന്താ പറയുക അഭേദ്യമായിട്ടുള്ള പ്രതലങ്ങളാണ്. അവർ നൽകുന്ന ഒരു ഊർജ്ജമെന്ന് പറയുന്നത്. ഞാൻ പിന്നെ ഇതിനൊരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ മമ്മൂക്കയൊക്കെ ആയിട്ട് നമുക്കൊരു സമതലം ഉറപ്പുവരുത്തുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾക്കിടയിലുള്ള ഒരുപക്ഷെ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനും മൂപ്പരോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഇഴയടുപ്പത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മൂപ്പറിൽ നിന്ന് ഞാനൊന്നും ആവശ്യപ്പെടുന്നുമില്ല, ആഗ്രഹിക്കുന്നില്ല. എന്നിൽ നിന്ന് പ്രത്യേകിച്ച് അദ്ദേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വ്യക്തിപരമായ ആവശ്യമോ ആഗ്രഹമോ വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ മമ്മൂട്ടിയുടെ കോൾ ഷീറ്റിന് വേണ്ടിയിട്ട് എന്നെ സമീപിക്കുമ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ മേഖലയാണ്. അദ്ദേഹം ഒരിക്കലും എൻ്റെ അടുത്ത് എൻ്റെ മേഖലയെക്കുറിച്ചൊരു കാര്യം ആവശ്യപ്പെടുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യപ്പെടുന്നില്ല. തീർത്ത് നിർവാഹമില്ലാത്തപ്പോൾ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, വേണമെങ്കിലും ഒന്ന് നോക്കിക്കോളി എന്ന് മാത്രം പറയും. അല്ലാതെ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ഇടപെടുന്നില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ട് കാലം ഞങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. രാഷ്ട്രീയം, സാങ്കേതികം, ഫോണ്, വാട്സപ്പ്, ഓരോ ദിവസം വരുന്ന ഓരോ വിഷയങ്ങൾ ഞങ്ങൾക്ക് സംസാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു സംസർഗമാണ്. ഇപ്പം പിണറായി വിജയനായിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ കണ്ണൂർ ഒരു ജേർണലിസ്റ്റായിട്ട് 1987 ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ജില്ലാ സെക്രട്ടറി. അപ്പം ദേശാഭിമാനിയുടെ ജില്ലാ ലേഖനം ജില്ലാ സെക്രട്ടറിയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന്. അന്ന് കണ്ണൂരിലെ പ്രധാനപ്പെട്ട പത്രമാണ്, ഇന്നുമാണ് ദേശാഭിമാനി എന്ന് പറയുന്നത്. അന്നും ഒരുപാട് മീഡിയ ഒന്നുമില്ല. ഒരു പത്രസമ്മേളനം നടക്കണമെങ്കിൽ മനോരമ, ദേശാഭിമാനി, മാതൃഭൂമി 3-4 പത്രങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കണം. ടെലിവിഷൻ ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അന്ന് ദേശാഭിമാനിക്ക് എഡിഷനൊന്നുമില്ല അവിടെ. അപ്പം ഞങ്ങൾ 1-2 ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അന്നുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹം എന്നെ സകൂതം നിരീക്ഷിച്ചിട്ടുണ്ട്, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഡൽഹിയിൽ പോയെങ്കിലും അദ്ദേഹം അവിടെ വരുമ്പോൾ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല വഴിത്തിരിവുകളിലും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ആ ഒരു ബന്ധം വളർന്നിട്ടേ ഉള്ളൂ. ഈ ഒരു ഉത്തരവാദിത്വം എനിക്ക് നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അദ്ദേഹം എന്നെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതുകൊണ്ടായിരിക്കാൻ വേണ്ടി ഓരോ ഘട്ടങ്ങളിലും അതായിരിക്കാം. അത് ഈ ഒടുവിലൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം ആളുകൾക്കുള്ളൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ടൈം, എൻ്റെ ഓർമ്മയിൽ ക്വസ്റ്റ്യൻ ടൈം മുതൽ JB ജംഗ്ഷൻ വരെ വ്യത്യസ്തമായ നിലയിൽ ഈ ഇടതുപക്ഷ മാധ്യമം എന്ന പേരുള്ളപ്പോൾ തന്നെ ഇങ്ങോട്ടും കയറി ചെല്ലാവുന്ന രീതിയിലുള്ളൊരു മാധ്യമ ശൈലി അഭിമുഖത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അഭിമുഖ സംഭാഷണ പരിപാടികൾക്ക് ഒരു പ്രത്യേക ഫോർമാറ്റ് ലാസ്റ്റ് JB ജംഗ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ കാലത്ത് വലിയ അഭിമുഖങ്ങളുണ്ട്, സാധാരണ മനുഷ്യരെ അഭിമുഖം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു വിധമൊക്കെ നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഓർമ്മയിൽ വരുന്ന എന്താണ് ഒരു അഭിമുഖത്തെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ? യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ്
ഈ JB ജംഗ്ഷനോ ക്വസ്റ്റ്യൻ ടൈമോ അല്പം വ്യത്യസ്തമാണെന്ന് ആൾക്കാർക്ക് തോന്നാൻ കാരണം എന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മധു ഞാനും കൂടി ഇരിക്കുക, ഈ കസേരയുടെ വലിപ്പം ഉയരം ഒന്നാണ്. ഞാൻ മധുവിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, മധു എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇതിനൊരു സമതലമുണ്ട്. അതുവരെ പല ഇൻ്റർവ്യൂകളും ഒരാൾ ഉയർന്ന ഒരു കസേരയിലും മറ്റേ ഒരു താഴ്ന്ന കസേരയിലാണ്. അപ്പോൾ പിന്നെ 2, ഈ ഹോംവർക്ക് റിസർച്ച് എന്നുള്ള സാധനം, ഇപ്പം മധുവും ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം. ഇത് റീപ്ലേസ് ചെയ്യാൻ വേറൊന്നുമില്ല. നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യം റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. മറ്റേതെന്നായിരുന്നു നമ്മൾ അതുവരെ ശീലിച്ച ഒരു ഇൻ്റർവ്യൂകളുടെ ശരി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആദ്യത്തെ പാട്ട് ഏതാണ്, പക്ഷെ അതിനപ്പുറത്ത് പോകണം. പിന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അമിതമായൊരു ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നല്ലാതെ അമിതമായൊരു ബഹുമാനം ഒരിക്കലും ഇൻ്റർവ്യൂവിനെ നല്ലതാക്കില്ല, അതിനെ മോശമാക്കുകയുള്ളൂ. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സമൂഹത്തിൽ നിന്നാണ് ഇങ്ങനെ ചോദ്യങ്ങൾ എടുക്കുന്നത്, അല്ലേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഉമ്മൻചാണ്ടിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉമ്മൻചാണ്ടി എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. 80കൾ മുതൽ എനിക്ക് ഉമ്മൻചാണ്ടി അറിയാൻ, പിന്നെ ഡൽഹിയിൽ വരുന്ന സമയത്ത്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ ഇത്രയും പരിചയമുള്ള ആളാണെങ്കിൽ പോലും ഞാൻ വീണ്ടും ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മകളോട് പോലും ചോദിച്ചു, സംശയമുണ്ട്, മകളോടോ മോനോടോ ചില കാര്യങ്ങൾ. ചെറിയാൻ ഫിലിപ്പിനോട് ചോദിച്ചു, എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സന്തോഷ സഹചാരിയോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ശീലത്തെക്കുറിച്ച് ചോദിച്ചു, ഭക്ഷണശീലങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ അതൊക്കെ എനിക്ക് ഓരോ കുരുപ്പും ഒരു ഇൻ്റർവ്യൂവിൽ പ്രധാനമാണ്. ഇപ്പോൾ എനിക്ക് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യം എനിക്കിട്ട് ഓർമ്മയുണ്ട്. അതായത്, ഉമ്മൻചാണ്ടി, നിങ്ങൾ നല്ലപോലെ കുളിച്ച് വസ്ത്രമൊക്കെ വന്ന് അവസാനം നിങ്ങൾ ഈ ഡ്രോയിങ് റൂമിലേക്ക് വരുമ്പോൾ ഒരു തട്ടില്ല നിങ്ങൾ മുടിയിൽ. ഞാൻ ചോദിച്ചാ അപ്പോൾ ഒരു ചിരിയിരിച്ചു. തട്ടില്ല എന്നും പറയാൻ പറ്റില്ല, തട്ടൂന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ ചോദ്യവും ആ ചിരിയുമാണ് അതിനകത്തെ പഞ്ച്. പിന്നെ കോൺഗ്രസ്സുകാർക്കിടയിലൊക്കെ പല സംസാരമുണ്ട്. എന്താണ് റിട്ടാസ്, എന്ത് സംസാരമുള്ളത്? നിങ്ങൾ പുതിയ ഷർട്ട് മേടിച്ചാലും കല്ല് വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ വരഞ്ഞിട്ട് അത് ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുറുങ്ങുകൾ കൂടി ഇതിനകത്ത് വരണം, അദ്ദേഹത്തിൻ്റെ രീതികൾ, സംഭവങ്ങൾ. അപ്പം ഒരുപക്ഷെ നമ്മൾ നന്നായി റിസർച്ച് ചെയ്യുക, ഹോംവർക്ക് ചെയ്യുക. നമുക്കറിയാവുന്ന ആളാണെങ്കിൽ പോലും ഒരുപക്ഷെ എവിടെയോ ഒരു ഷെയ്ഡ് ഉണ്ട്, അതുകൂടി നമ്മളൊന്ന് അനാവരണം ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായക്കാരൻ ഞാൻ. അതായിരിക്കാം ഒരുപക്ഷെ ആ ഇൻ്റർവ്യൂ സീരീസിനെ പലർക്കും ഹൃദ്യമാക്കാൻ സാധ്യതയുള്ളത്. ഈ രാജ്യസഭയിലെത്തിയപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ശ്രദ്ധ കിട്ടാനുള്ള ഒരു കാരണം ആ വിഷ്വൽ മീഡിയയിൽ പയറ്റിയ ഒരു പയറ്റാൻ തോന്നും. പ്രസംഗത്തിലെ ശൈലി, ആളുകളെ ആകർഷിക്കാനുള്ളൊരു കഴിവൊക്കെ പ്രസംഗത്തിൽ റേറ്റിംഗ് അല്ല, ഇതിനകത്തൊരു യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായി പോകുന്നത് അങ്ങനെ ഒരു കാരണം അല്ല. അതിന് ബേസിക്കലി നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ, ഈ പ്രേക്ഷകർ വളരെ ജുഗുപ്സാവഹമായ കാര്യങ്ങൾ കേൾക്കാനോ കാണാനോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അവർക്ക് ഹൃദ്യമായിരിക്കണം, അവർക്കും കൂടെ മനസ്സിലാകുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ പറയാൻ വേണ്ടി. പിന്നെ ഉള്ളത്, അല്പം നർമ്മമുള്ളത് എപ്പോഴും നല്ലതല്ലേ. ഏറ്റവും വിഷമം പിടിച്ചൊരു ഘട്ടമാണെങ്കിൽ പോലും ഒരു അല്പം നർമ്മം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഞാൻ കഴിയുന്നതും നമ്മുടെ ജീവിതത്തിൽ, വയനാട് ഇഷ്യൂവിൻ്റെ സമയത്തെ ഒരു പ്രസംഗത്തിൽ അപ്പുറത്ത് സുരേഷ് ഗോപി ഇരിക്കുന്നുണ്ട്. അപ്പം പറയായിരുന്നു, സുരേഷ് ഗോപി എന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് നിർമ്മല സീതാരാമൻ സുരേഷ് ഗോപിയെ പോലും അപമാനിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി ഇൻവെർട്ടർക്കും നിഷ്കളങ്കനായതുകൊണ്ട് പുള്ളി എഴുന്നേറ്റ് അത് ചിലരെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് വിടുമ്പോൾ, ഒന്ന് പരാമർശിച്ച് വിടുമ്പോൾ ആ ഒരു പ്രതികരണം നമുക്ക് വളരെ അനുകൂലമാണ്. ഒരാളുടെ റെസ്പോൺസ് വളരെ അനുകൂലമാണല്ലോ. ഒരുപക്ഷെ ആ രീതി അവലംബിക്കുന്നതാണ്. ഇപ്പോഴത്തെ അഭിമുഖ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ മലയാളത്തിലെ ന്യൂസ് ചാനലുകളിലെ? ഇന്നത്തെ ന്യൂസ് ചാനൽ കൾച്ചറിനോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. അതിൽ പ്രത്യേകിച്ച് A ചാനലോ B ചാനലോ C ചാനൽ. ഞാൻ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, ഈ കവല കിടന്ന് അടികൂടാതെന്ന് എന്നെക്കൊണ്ട് പറ്റില്ലോട്ടോ അവരോട് പറയും. പക്ഷേ ചിലതൊക്കെ ഞാൻ നമ്മുടെ മുമ്പിൽ വരും. എന്താ കാരണം വെച്ചാൽ, ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ധാരകളും കൂടി ഒരുമിച്ച് ചേരുന്നൊരു ബിന്ദുവായതുകൊണ്ട് നമ്മളറിയാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കും. അപ്പോൾ പല ശകലകളും ഞാൻ കാണാറുണ്ട്. പക്ഷേ 1 മണിക്കൂറൊന്നും ഫുൾ ടൈം ഒരു ചാനലിലെ ഡിസ്കഷൻ അതല്ലെങ്കിൽ നമുക്ക് എത്ര താല്പര്യമുള്ളൊരു വിഷയമായിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, നമുക്ക് താല്പര്യമുള്ളൊരു മേഖലയിൽ നമുക്ക് ഹോംവർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു കോണ്ടൻറ്റ് നമ്മൾ തേടി പിടിച്ച് കിടക്കും. അല്ലാതെ നമ്മളൊരു ടെലിവിഷൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് അത് കാണേണ്ട സിറ്റുവേഷനില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, സംവരണത്തെക്കുറിച്ചൊരു ചർച്ച. ഞാൻ സംവരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡിസ്കഷൻ എനിക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടും.
പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുന്ന ആൾക്കാർ നമുക്ക് അയച്ചു തരുന്ന ആൾക്കാർ. അപ്പം മധുവിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് അയച്ചു തരാറുള്ളത് പോലെ. അപ്പോൾ ഇന്ന് നമ്മളെ തേടിയിട്ടാണ് കോണ്ടന്റ് വരിക. നമ്മളൊരു കോണ്ടന്റിനെ തേടി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ഇന്ന് നമ്മളാണ്, അതായത് ഓരോ ഇൻഡിവിജ്വലും കിങ് ആണ്, അവൻ രാജാവാണ്. ഉള്ളടക്കങ്ങൾ അവനെ തേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കുകയല്ല, ഒന്ന് തോട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല. അതിങ്ങനെ ഒന്ന് കാണിച്ചാൽ അവൻ വന്ന് നമ്മുടെ ഫോണിലേക്ക് വന്ന് വീഴും. അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. ഇപ്പോൾ ഈ കേരളത്തിലെ ഈ 4 വർഷം രാജ്യസഭയും കൂടി കഴിയുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയത്തിലൊരാളായി മാറി. ഒരു വ്യത്യസ്ത ശൈലിയാണ് നമ്മുടെ സമീപ കാലത്ത് കാണുന്ന രാഷ്ട്രീയ ഇടപെടലിൻ്റെ ശൈലിയല്ല ജോൺ ബ്രിട്ടാസിന് എന്നുള്ളത് നമുക്ക് തോന്നും കാണുമ്പോൾ. ഇപ്പോൾ CPM-ലാണെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ്. പക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ കുറിച്ചുള്ള മുഖ്യധാര നരേറ്റീവിലൊന്നും പേരില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിൽ, പ്രാദേശികമായ രാഷ്ട്രീയത്തിലുള്ള ആ ഒരു വിശദീകരണത്തിലൊന്നും പേരില്ല. ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഡൽഹിയിൽ രാജ്യസഭയിൽ നിന്നുകൊണ്ടാണെങ്കിലും പ്രാദേശിക രാഷ്ട്രീയം എങ്ങനെയാണെന്ന് നോക്കുന്നത്? കണ്ണൂരുകാരനുമല്ല, പിന്നെ തിരുവനന്തപുരംകാരനുമല്ല. ശശി തരൂരിനെ പറ്റി പറയുമ്പോൾ ലോക മനുഷ്യനാണ്. ശശി തരൂർ വിശ്വപൗരനാണ്, നമ്മളവിടെയൊന്നും ഇല്ലല്ലോ. ശശി തരൂർ ഞാൻ ഒരു കമ്മിറ്റിയിലാണ്, എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയിലാണ്. അപ്പോൾ അല്ല, ബേസിക്കലി ഇപ്പം ഞാനിപ്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നാഷണൽ പൊളിറ്റിക്സിനാണ്, രാജ്യസഭാ മെമ്പർ എന്ന നിലയിൽ. മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിക്ക് അധികം MP മാരില്ലാത്തതുകൊണ്ട് ഒരുപാട് പരിപാടികൾക്ക് കേരളത്തിന് വെളിയിൽ പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പിന്നെ ഭാഷാപരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് അല്പം ഹിന്ദി അറിയാവുന്നതുകൊണ്ട്, അല്പം ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകാൻ നിർബന്ധിക്കപ്പെടും. എന്നുവെച്ചാൽ അവിടെ നമ്മൾ പോകണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടൊരു പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഉൾപ്പിരിവുകളൊന്നും അത്രത്തോളം ഞാൻ മനസ്സിലേക്ക് എടുക്കാറില്ല. പക്ഷേ എങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുധാര എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അതിൽ മറ്റ് ആരോ പറഞ്ഞ പോലെ അതിൽ പോയിട്ട് കൈവച്ചിട്ട് ആരോ പറഞ്ഞ പോലെ എന്നാൽ ഞാൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒന്ന് കളിച്ചേക്കാം. പക്ഷെ കണ്ണൂരിൽ നിന്ന് എന്ത് പരിപാടി അവർ പറഞ്ഞാലും കഴിയുന്നതും ഞാൻ പോകാറുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ കണ്ണൂർ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ഒരു മാസത്തിൽ ഒരു ദിവസം, 2 ദിവസം. ഇതൊരു സൗകര്യം കൂടിയാണ്. അതായത് കേരളത്തിൽ ഇപ്പം പൊതു സ്വീകാര്യനായി നിൽക്കാൻ പറ്റുന്നുണ്ട്. അറിയില്ല, ഓരോരുത്തരെ അപേക്ഷിച്ചില്ല. അങ്ങനെയുണ്ട്. ആളുകൾക്കെല്ലാം നിങ്ങളെ ഇഷ്ടമാകുന്നതിൻ്റെ അടിസ്ഥാന കാര്യം ഒരു ദേശീയ രാഷ്ട്രീയത്തിലും കൂടി നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തുന്നതുകൊണ്ട് കൂടിയായിരിക്കും. അല്ല, ഈ പറഞ്ഞ പോലെ കേരളത്തിലെ പൊളിറ്റിക്സ് വളരെ ടഫായിട്ടൊരു പൊളിറ്റിക്സ്. ഞാനെപ്പോഴും നമ്മുടെ ആൾക്കാരോട് പറയും, കേരളത്തിലെ ഒരുപക്ഷെ ഒരു മീഡിയ ഡ്രിവൺ പൊളിറ്റിക്സാണ് കേരളത്തിലെ പൊളിറ്റിക്സ്, ടെലിവൈസ്ഡ് പൊളിറ്റിക്സാണ്. അപ്പം അതിൻ്റെ ഇഡിയംസൊക്കെ ഭയങ്കരമായിട്ട് മാറി. ഇപ്പോൾ എന്നോടിപ്പോൾ പല ആൾക്കാർ, രാഷ്ട്രീയക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പണ്ട് നമ്മൾ ഓരോ വേദിയിൽ വെച്ച് പ്രസംഗിക്കുന്നതാണ് ആ വേദിയുടെ രാഷ്ട്രീയം. ഇന്ന് നിങ്ങൾ എവിടെ നിന്ന് പ്രസംഗിച്ചാലും അത് എല്ലായിടത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന ആൾക്കാരിരിക്കുന്നതുകൊണ്ട് നമ്മൾ വേറൊരു ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു സംഭവം വേണം. രണ്ടാമത്തെ കാര്യം, ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മാധ്യമങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, സ്വാഭാവികമാണ്. അവരുടെ അജണ്ടയുണ്ട്, അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. പക്ഷെ നമ്മളിതിനാണ് പോയി അതിനെ തലയിൽ വെച്ച് കൊടുക്കുന്നതെന്ന്. ഇപ്പം നമ്മളോട് ഒരാൾ വന്ന് മൈക്ക് വെച്ച് ചോദിക്കുന്നു, അപ്പം നമുക്ക് വേണേൽ പ്രതികരിച്ചാൽ പോരെ. എന്നോട് പല ആൾക്കാരും വിളിക്കുമ്പോൾ ഞാൻ ആ സംഭവം എന്താണെന്ന് പഠിച്ചിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പറയാം, നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചോളി എന്ന് പറയും. ഞാനപ്പോൾ പ്രതികരിക്കണം നിർബന്ധമുള്ളത്. അപ്പോൾ എൻ്റെ തന്നെ സുഹൃത്തുക്കളോട് ഞാൻ രാഷ്ട്രീയ സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മീഡിയ ആവശ്യപ്പെടുന്ന നിമിഷത്തിലും മുഹൂർത്തത്തിലും നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ പ്രതികരിച്ചാൽ മതി. പലപ്പോഴും പല നിഷ്കളങ്കരും ചെന്ന് പെടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരെ ചിലർ കൊണ്ട് പെടുത്തുന്നതാണ്. അത് നിഷ്കളങ്കതയുടെ ഭാവമായിട്ടാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഒരു ചോദ്യങ്ങളായി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ളൊരു സ്ക്രിപ്റ്റ് എന്താണെന്ന് നമ്മൾ വായിച്ചെടുക്കണം. എന്നെ കാണാൻ ഒരാൾ വരുമ്പോൾ ഒരു പ്രത്യേക ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കറിയാം, ഐ എം സീൻ ത്രൂ, കാണാം എന്താണ്, ഏതിലേക്കാണ് ഇത് കൊണ്ടുപോകാൻ പോകുന്നത് എനിക്കറിയാം. അപ്പോൾ ഒന്ന് മനനം ചെയ്തിട്ട് വേണം നമ്മളവിടെ പോയി നിന്ന് സംസാരിക്കാൻ എന്നുള്ളതാണ്. ഇത് എൻ്റെ പാർട്ടിയിലെ തന്നെ എൻ്റെ നേതാക്കന്മാരോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അവർ വരുന്നത് അവരുടെ കാര്യത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ എല്ലാ ചർച്ചകളിലും ഞാനൊരിപ്പോൾ ഈ ടെലിവിഷൻ ഞാനൊരു 1/4 നൂറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പറയുക, എല്ലാ ടെലിവിഷൻ്റെ ചർച്ചകളിലോ ഒരു നായകനുണ്ടാകും, ഒരു സഹനടനുണ്ടാവും, ഒരു വില്ലനുണ്ടാവും, ഒരു കോമാളി ഉണ്ടാവും. നിങ്ങൾ ആരായിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. പക്ഷേ
നിങ്ങളൊരു കോമാളിയാകാൻ വേണ്ടി വില്ലനാകാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെയാണ് അവർ കാണുന്നതെങ്കിൽ ഞാൻ ഇതിലെ നായകനാണ് എന്ന് പറയാനുള്ള അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള ഉള്ളടക്കം നിങ്ങളുടെ കയ്യിൽ വേണം താനും. അതിനുള്ള സന്നദ്ധതയും പ്രിപ്പറേഷൻസ് നമുക്ക് വേണം. അതല്ലെങ്കിൽ നിങ്ങളെ ഒരു ചതിക്കുഴിയിൽ അവർ കൊണ്ട് പെടുത്തുമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഒരു വ്യത്യസ്തമായ നിരീക്ഷണമാണ്. നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം അറിഞ്ഞപ്പോൾ തന്നെ ട്വിസ്റ്റുകൾ നിരവധിയാണ് ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ അഭിമുഖം അവസാനിക്കുമ്പോൾ അവസാനത്തെ ഒരു ചോദ്യം നിർബന്ധമായും ചോദിച്ചിരിക്കണം. അതിന് ഉത്തരം ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി എന്താണ് പ്ലാൻ, അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? എൻ്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ആകസ്മികതകളുടെ ഒരു കൂമ്പാരമാണ്. ഓരോ ഘട്ടത്തിലേക്കും ഞാൻ പോയത് ഞാൻ പ്രത്യേകിച്ച് തീരുമാനിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സാഹചര്യങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കും. ഇപ്പം നമ്മളിങ്ങനെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന പോലെ ഡോക്ടറാകാൻ പഠിക്കുന്നു, എഞ്ചിനീയറാകാൻ പഠിക്കുന്നു, ഇന്നയാൾ പഠിക്കുന്നു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ ഉദാഹരണം പറഞ്ഞ മാധ്യമപ്രവർത്തകനാണെന്ന് ഒരിക്കലും ആഗ്രഹിച്ച ഒരാളല്ല. എങ്ങനെയോ വഴിതെറ്റിയിട്ട് മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്ന ആളാണ്. ഡൽഹിയിൽ പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. JNU പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. കൈരളി TV എന്നുള്ള ഒരു സംരംഭം ദൃശ്യമാധ്യമം ഉണ്ടാവുമെന്ന് ചിന്തിച്ച ആളല്ല. അതിൻ്റെ അമരത്വമെന്ന് ചിന്തിച്ച ആളല്ല. ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ആകസ്മികതകളുടെ ഒരു കൂമ്പാരമാണ്. ഇത്രയും കാലം ഓരോന്നും അവിടെ എത്തുമ്പോഴാണ് ആളുകൾ അറിഞ്ഞിരുന്നത്. അതെ. പിന്നെ ഞാനൊരു പ്രവചനം നടത്താം. ഇനി സംഭവിക്കാൻ പോകുന്ന പറയാം. ഇനി സംഭവിക്കാൻ പോകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ എപ്പോഴെങ്കിലും മരിക്കും. അത് മാത്രമേ ഉള്ളൂ. വേറൊരു സംഭവം ഉണ്ടാവും, മരണം മാത്രമാണ്. അല്ല, ഇനി വേറൊരു മാധ്യമങ്ങളിലൂടെ ഇനി വരാനായിട്ടുള്ള ഒരു സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് ബ്രിട്ടാസ് നിയമസഭയിലേക്ക് എന്നൊരു വാർത്ത വരാൻ സാധ്യതയുണ്ട്. പല വാർത്തകളും തെറ്റിപ്പോകുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങനെ തെറ്റിപ്പോട്ടെ പറഞ്ഞു. എന്തായാലും കേരളത്തിലും ഈ സാന്നിധ്യം തുടർന്നും സജീവമായിട്ടുണ്ടാവട്ടെ. ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഈ ഇടപെടൽ പോലെ തന്നെ എന്നെ രാജ്യസഭ പാർലമെന്റിൽ നിൽക്കുന്ന തന്നെ ഒരു നിയമസഭയിലേക്ക് ചുരുക്കണമല്ലേ? ശരി, ഇത്രയും നേരം സംസാരിച്ചതിൽ വലിയ നന്ദി. താങ്ക് യു മധു, താങ്ക് യു ഓൾവേസ്. അപ്പോൾ ടോക്ക് ഷോയുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം, മറ്റൊരു അതിഥിയുമായി. നന്ദി, നമസ്കാരം.